ഓമനിച്ച് കൊതി തീരും മുൻപേ നഷ്ടമായ 2.5 വയസ്സുകാരൻ മകൻ, ഒപ്പം ഭാര്യയുടെ അച്ഛൻ, അമ്മ, അങ്ങനെ ഒരു വലിയ ദുഃഖത്തിലാണ് വയനാട് വടുവഞ്ചാൽ സ്വദേശി അബിൻ. വൈഫിൻ്റെ വീട് ചൂരൽമലയിലാണ്. ചൂരൽമലയിൽ സ്കൂൾ റോഡ് എന്ന് പറഞ്ഞ ആ സ്ഥലത്താണ് വൈഫിൻ്റെ വീട്. ഞായറാഴ്ച ഞാൻ അവരെയും കൂട്ടിയിട്ട്, വൈഫിനെയും മോനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് ചൂരൽമലയിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ അവിടെ ഞാൻ ചെല്ലുമ്പോഴൊന്നും അങ്ങനെ മഴയോ കാര്യങ്ങളോ അങ്ങനെ കാര്യമായിട്ട് അവിടെ ഇല്ല. ഞാൻ അവിടെ അച്ഛനോട് ചോദിച്ചു, ഇവിടെ എന്താ സ്ഥിതി, മഴ എന്ന് ചോദിച്ചു. ഞാൻ കോഴിക്കോട് കുഴപ്പമില്ലാത്ത മഴ ഉണ്ടായിരുന്നു ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവിടെ അങ്ങനെ കാര്യമായിട്ട് മഴ എന്ന് പറയാനില്ലയെന്ന് പറഞ്ഞ്. പിന്നെ അങ്ങനെ ഞാനങ്ങ് ബസ് കയറി ഞാൻ നേരെ പോയി കോഴിക്കോട് എത്തി. പിന്നെ രാത്രി ഞാൻ അറിഞ്ഞിട്ടില്ല സംഭവം ഇത് നടന്നത്. പുലർച്ചയ്ക്ക് എന്നെ പിന്നെ എൻ്റെ നാട്ടിലുള്ളൊരു ആൾ വിളിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞു, നീ എവിടെയാടാന്ന് ചോദിച്ചു. ഞാൻ കോഴിക്കോടാണ് പറഞ്ഞു. അപ്പോൾ ചൂരൽമലയിൽ ഉരുൾ പൊട്ടിയിട്ടുണ്ട്. എന്താ പറയുക, നമ്മളെ വീടിന്ന സ്ഥലമാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ ഇങ്ങനെ നോക്കിയാൽ നിരന്ന് കിടക്കുക, ഫുള്ള് പാറയാണ്. പാറക്കൂട്ടവും ഈ മരങ്ങളും മാത്രമേ കാണുന്നുള്ളൂ. നമ്മളെ വീട് അവിടെ ഇരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ അവിടെ നിന്ന് ഉടനെ ഞാൻ വേറെ വണ്ടി എടുത്ത് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് ആദ്യം ക്യാമ്പിലൊക്കെ അന്വേഷിച്ചു. ക്യാമ്പിലൊന്നും അവർ പേരൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് വരുമായിരുന്നു. ഹോസ്പിറ്റലിൽ വന്ന ആൾക്കാരെയൊക്കെ പോയി നോക്കി, അതിലൊന്നും വന്നിട്ടില്ല. അപ്പം മുതലേ അന്വേഷിച്ച ആൾക്കാണ്. എൻ്റെ മോൻ 2 വയസ്സായിട്ടുള്ളൂ. മോനെ കിട്ടിയിട്ടില്ല. പിന്നെ വൈഫിൻ്റെ അമ്മേനെ കിട്ടിയിട്ടില്ല. അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇവിടെ വന്നിരിക്കുകയാണ്. ഇത്ര ദിവസമായി ഓരോ ബോഡി വരുമ്പോൾ ഇങ്ങനെ പോയി നോക്കും, ആരെങ്കിലും ഉണ്ടോ എന്ന്. ഇതുവരെ ആരും കിട്ടിയിട്ടില്ല. ഒരു കുടുംബം ഒന്നാകെ അപകടത്തിൽപ്പെട്ട ആ ദുരന്ത കഥയാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും അങ്ങനെ കാത്തിരിക്കുന്നു. എത്രയും വേഗം അവരെ കണ്ടെത്താൻ കഴിയട്ടെ എന്ന പ്രതീക്ഷ മാത്രമാണ് നമുക്കും പങ്കുവയ്ക്കാനുള്ളത്. മേപ്പാടിയിൽ നിന്നും ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം ഫെലിക്സ് മാതൃഭൂമി ന്യൂസ്.